ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി പാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. അതുപോലെ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടെ വേണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ഒരു ബൗളിൽ 1 കപ്പ് കൈമ റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. നെച്ചോറിനൊക്കെ ഉപയോഗിക്കുന്ന റൈസാണിത്. പച്ചരി വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ കൈമ റൈസ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പാച്ചോറിന്. 240 ml മെഷർമെൻറ്റ് കപ്പിലാണ് എല്ലാം മെഷർ ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് 2-3 തവണ കഴുകിയെടുക്കാം. ഇതിപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി മാറുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് മാറും. ഇതിനൊരു 8 വിസിൽ വരെ നന്നായിട്ട് അടിച്ച് വേവിപ്പിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരിയെല്ലാം നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. കടലപ്പരിപ്പ് കടിക്കാൻ കിട്ടണം, കുഴഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം. കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതിയാക്കും. ശർക്കര വേണമെങ്കിലും ചേർക്കാം, എന്നാലും പഞ്ചസാര ചേർക്കുന്നതാണ് പാച്ചോറിന് എപ്പോഴും നല്ല ടേസ്റ്റ് തരുന്നത്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 4-5 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. മധുരമൊക്കെ നന്നായിട്ട് പിടിച്ചു വരണം. ഇത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടൊന്ന് വറുത്തെടുക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആട്ടോ ഇത്. എൻ്റെ മോനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്. ആഴ്ചയിൽ 1-2 തവണയെങ്കിലും ഞാനിത് ഉണ്ടാക്കി അവന് കൊടുക്കാറുണ്ട് കേട്ടോ. ഒരേ ഫുഡ് തന്നെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കൊടുക്കുമ്പോൾ പിന്നെ ഫുഡിനോടൊരു വെറുപ്പാണ്. വല്ലപ്പോഴും ഇത് കണക്ക് നല്ല വെറൈറ്റീസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കഴിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാച്ചോറിലേക്ക് തട്ടി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാച്ചോർ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ വിലയേറിയ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം, മറക്കരുത്. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.